സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സർ നമസ്കാരം. സർ നമസ്കാരം. നമസ്കാരം സർ, ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ബ്രിട്ടനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് ബ്രിട്ടൻ വളരെയധികം സപ്പോർട്ട് മുസ്ലിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് നെതന്യാഹുവിൻ്റെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വെട്ടിത്തുറന്ന് സംസാരിച്ചത്. സർ, എന്താണ് സർ നെതന്യാഹു സംസാരിച്ചത്? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ആ പറഞ്ഞതിൽ എന്തെങ്കിലും സാരാംശം, എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. കാരണം അദ്ദേഹം ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടി നിൽക്കുകയാണ്. ഇസ്രായേൽ ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ മധ്യത്തിലാണ്, അതിന്റെ മൂർധന്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഓൺഗോയിങ് പ്രോജക്റ്റുകൾ തന്നെ നമ്മൾ പറയത്തില്ലേ, തമാശ വട്ടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ നടക്കുന്നതില് ഇറാനുമായിട്ടുള്ള യുദ്ധമാണ്. ഇറാനുമായിട്ട് നേരിട്ടടിക്കാൻ ഒരു പക്ഷെങ്കിൽ അത്രയും കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആണവ രാജ്യം എന്നുള്ള ഭീതി കൊണ്ടായിരിക്കാം അമേരിക്കൻ സപ്പോർട്ടിലാണ് അവർ ചെയ്യുന്നത്. ശരിക്കും ഒരു യഹൂദ രാജ്യവും ഒരു ഇസ്ലാമിക രാജ്യവും തമ്മിലുള്ള യുദ്ധമാണ്. നടുക്ക് അമേരിക്കയുമുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ അമേരിക്കയുമുണ്ട്. അതിപ്പോ ഏതാണ്ട് 5.5 മാസം കഴിഞ്ഞിരിക്കുകയാണ്, 6ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ധാരാളം സന്നാഹങ്ങളും പടക്കപ്പലുകളും പോരാളികളും ഒക്കെ അണിനിരന്നിരിക്കുന്ന വലിയൊരു പോർക്കളമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയെ തകർത്തെറിയുന്നതാണ്. ലോകരാജ്യങ്ങളുടെ മുഴുവൻ, പ്രത്യേകിച്ച് ഹോർമൂസ് കടലെടുത്ത് നിൽക്കുന്നത് കൊണ്ടും ഇറാൻ ഒരു വലിയ എണ്ണ കൊണ്ടൊരു സമ്പത്ത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ടൊരു സമ്പന്ന രാജ്യമായതുകൊണ്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഗാസയിൽ യുദ്ധം നടത്തുന്നുണ്ട്, ഹമാസിനെതിരെ അല്ലേ. ഹമാസ് പോരാളികളെ നിരായുധരാക്കുന്നതിനായിട്ടുള്ള യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. ഗാസ യുദ്ധമൊക്കെ തന്നെ എത്രയോ നാളുകളായിട്ട് തുടരുന്ന കാര്യങ്ങളാണ്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുന്നവരെല്ലാം എതിർക്കുക, അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു നയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പല വിധത്തിലുള്ള ദ്വിമുഖ ആക്രമണമെന്നോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 4 വശത്തു നിന്നുള്ള ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ വലിയ ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് നാട്ടിൽ അദ്ദേഹത്തിന്റെ ജനഹിതത്തെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ സർവേകളിലൊക്കെ അദ്ദേഹത്തിന്റെ ജനസ്വാധീനം കുറഞ്ഞു വരുന്നതായിട്ടൊക്കെയാണ് ചില വാർത്തകൾ കാണുന്നത്. ചിലർ പറയുന്നത് അങ്ങനെയല്ല, ഒരു വലിയ യുദ്ധവീരനാണ്, ഇസ്രായേലിനെ ഇത്രയേറെ അതിശയകരമായ രീതിയിൽ ലോകത്ത് നയിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇല്ലെന്നുമാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഈ സമയത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടനെതിരെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ പ്രശ്നമുണ്ട്, അതിൽ പ്രത്യേകിച്ച് ബ്രിട്ടനെതിരെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ആർമി റേഡിയോയുടെ പോഡ്കാസ്റ്റിലാണ്. ആ പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ചില അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അദ്ദേഹം ബ്രിട്ടനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്കല്ലേ ബ്രിട്ടന്റെ ഒരു പഴയ ബ്രിട്ടീഷ് രാജ്ഞിയുടെ രാജകുടുംബത്തിന്റെ ഒരു സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. അത് ഇസ്ലാമിക രാജ്യമായിട്ട് മാറാൻ പോകുന്നു. നടുക്കുന്ന പ്രസ്താവനയല്ലേ, വെറും പ്രസ്താവനയായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ആധികാരികമായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും അതെടുത്ത് പറയുന്നുമുണ്ട്. എന്നാൽ നേരെ അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ റീസൺസ് ഒന്നും പറയുന്നില്ല. പക്ഷേ ബ്രിട്ടനിൽ അത്തരം സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുന്നത് വ്യാപകമായിട്ടുള്ള കുടിയേറ്റം, ഇസ്ലാമിക കുടിയേറ്റം, അത് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് വൻതോതിൽ കുടിയേറ്റം നടക്കുന്നു. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ വെറും കുടിയേറ്റമല്ല, അതിക്രമിച്ച കയറ്റമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, സ്പെയിനിൽ നമ്മൾ കണ്ടതാണല്ലോ. സ്പെയിൻ ഈ പറഞ്ഞതുപോലെ വലിയ ആശങ്കയിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളില് സാമ്പത്തികമായിട്ട് അരക്ഷിതാവസ്ഥയിലും സമ്പത്തും ഇല്ലാത്ത കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ആളുകൾ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 50,000 പേർക്ക് താമസിക്കാവുന്നിടത്തേക്ക് 60,000 പേരാണ് തള്ളി കയറിയിരിക്കുന്നത്. ഒരേപോലെ തള്ളി കയറുകയാണ്, വെറുതെ അങ്ങ് കയറിക്കോളുകയാണ്. അപ്പൊ മനുഷ്യാവകാശ നിയമപ്രകാരം ഇവരെയെല്ലാം അവിടെ തിരിച്ചോടിക്കാനോ വെടിവെച്ച് കൊല്ലാനോ ഒന്നും നിയമങ്ങളില്ല. അപ്പൊ സ്പെയിൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് കണ്ടില്ലേ. അപ്പൊ അങ്ങനെ അവിടുത്തെ ഓരോരോ രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ബ്രിട്ടനിലെ ഈ വലിയ പ്രശ്നം വന്ന് നിൽക്കുന്നത്.
ഇപ്പൊ ബ്രിട്ടനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യാപകമായിട്ട്, കാരണം സമ്പന്നമാണല്ലോ, സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ്, അവിടെ ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഇവർക്ക് പ്രവർത്തിക്കുന്നതിനും പ്രയാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ താമസമില്ലാതെ ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറും. ഇവരാണവ ശക്തിയുമാകും എന്നാണ് പറയുന്നത്. രണ്ടും കൂടാണ് വരുന്നത്. ഇരട്ട അടി പ്രഹരം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. രണ്ട് കാലിലും ഈ പറഞ്ഞ പോലെ ആയുധങ്ങൾ ഫിറ്റ് ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. വെറും ഇസ്ലാമിക അല്ല, ഇസ്ലാമിക തീവ്രവാദികളുടെ രാജ്യമായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ ആണവായുധവും. ഏതാണ്ട് ഇറാനെയും അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയൊക്കെയാണ് അദ്ദേഹം അതിനെ ഉപമിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞത്, അവിടെ ഭരിച്ചിരുന്ന പല ഇതല്ല 67 മുമ്പ് വരെയുള്ള അല്ലെങ്കിൽ 70-കളിലൊക്കെ വരെയുള്ള ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അവര് വലിയ താല്പര്യങ്ങളൊന്നും ലോകരാജ്യങ്ങളോടും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളോടും കാണിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് വന്ന പല ഭരണാധികാരികളുടെയും ചില വിട്ടുവീഴ്ച മനോഭാവമാണ് ഈ കുടിയേറ്റത്തിനും അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള ഇസ്ലാമിക വൽക്കരണത്തിനും കാരണമെന്നാണ് പറയുന്നത്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇതിനെക്കുറിച്ചുള്ള സൂചന കൊടുത്തിരുന്നു കേട്ടോ. അയ്യപ്പദാസ് ഓർക്കുന്നുണ്ട്, ഒരു 3-4 മാസത്തിന് മുമ്പ് ട്രംപ് വളരെ പെട്ടെന്ന് ഇലോൺ മസ്കുമായിട്ട് ചേർന്ന് രണ്ടുപേരും കൂടെ വളരെ പെട്ടെന്ന് ബ്രിട്ടനിലേക്ക് ഒന്നൊരു പറന്നു പോയൊരു സംഭവം ഓർക്കുന്നില്ലേ? പെട്ടെന്ന് ഒരു വിമാനത്തെ കയറി രണ്ടുപേരും കൂടെ പറന്ന് ബ്രിട്ടനിൽ ചെന്നിറങ്ങി. അപ്പൊ ആ സമയത്ത് അവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ജനങ്ങള് അവിടെ ബ്രിട്ടനിൽ വലിയ പ്രകടനവും പ്രതിഷേധം നടത്തുകയാണ്. അതിൽ നല്ല ശതമാനം മുസ്ലിംസ് ആണ്. അപ്പൊ അവിടെ വെച്ച് ട്രംപ് പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഈ ബ്രിട്ടനിൽ നടക്കുന്നത്, എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ട്രംപും അതിനെക്കുറിച്ചുള്ള സൂചന നൽകിയിരുന്നു. അതേപോലെ തന്നെ JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റും പറയുന്നുണ്ട്. അദ്ദേഹം 2024 തന്നെ ഇതിന്റെ സൂചന നൽകിയിരുന്നു. അവിടെ ബ്രിട്ടൻ വലിയ താമസമില്ലാതെ ഒരു വലിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറും, ആണവായുധങ്ങളും അവിടെ സ്വീകരിക്കുമെന്നുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പരിണിത ഫലമാണോ ഈ ഇറാനിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പൊ സംശയം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവ്വശക്തിയാണ്, അതിനകത്ത് യാതൊരു കാര്യത്തിലും സംശയിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർ സാങ്കേതികപരമായിട്ടും അല്ലെങ്കിൽ മൊസാദ് പോലെയുള്ള രഹസ്യ ഓപ്പറേഷൻസിനൊക്കെ വളരെ മിടുക്കന്മാരാണ്. പക്ഷെ ഒരു പരസഹായം വേണം. പരസഹായം ഇല്ലാതെ തീവ്രവാദ രാജ്യങ്ങളോടൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ ആണവ രാജ്യങ്ങളുമാണ്. ആണവ ശക്തി ആർജിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. ഇതുവരെ അവരുടെ ആണവായുധം എന്തെന്ന് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക ലോക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വളരെ ഗൗരവത്തോടെ ആണ് ലോകം ശ്രദ്ധിച്ചത്. അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇവരുടെ പുതിയൊരു ഇസ്ലാമിക നാറ്റോ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു. അതായത് ഒറിജിനൽ നാറ്റോയിലുള്ള ആ 32 അംഗ ഒറിജിനൽ നാറ്റോയിലുള്ള തുർക്കി, പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടെ ചേർന്നിട്ടാണ്. അതെ സർ, അതെ, ചേർന്നിട്ട് ഒരു ഇസ്ലാമിക നാറ്റോയും ഫോം ചെയ്തിരിക്കുകയാണ്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അത് ഒറിജിനൽ നാറ്റോയുടെ എല്ലാ വ്യവസ്ഥകളോടും കൂടി തന്നെയാണ് ഈ നാറ്റോയും വന്നിരിക്കുന്നത്. അതായത് ഒരു അംഗരാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം നമ്മുടെ കാക്കക്കൂട്ടി കല്ലെറിയുന്നത് പോലെയാണ്, എല്ലാ കാക്കയും കൂടെ വന്ന് ആക്രമിക്കുമെന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആശങ്കയുണ്ട്. തുർക്കി ഒറിജിനൽ നാറ്റോയിൽപ്പെട്ട രാജ്യമാണ്. തുർക്കിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നിച്ചു വരും. അല്ലെങ്കിൽ പാകിസ്ഥാന് പറഞ്ഞില്ല, പാകിസ്ഥാൻ ഏത് സമയത്തും ലോകത്ത് ഇവിടെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. തുർക്കിക്ക് അത്യാവശ്യം സൈനിക ശക്തി ഉണ്ടല്ലേ സാർ? സൈനിക ശക്തിയുള്ള രാജ്യമാണ് അല്ലെ തുർക്കി? സൈനികവും ടെക്നോക്രാറ്റ്സുമാണ് അവരൊക്കെ ടെക്നോളജിയിൽ മിടുക്കന്മാരാണ്. ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഡ്രോൺ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പദാസ് കണ്ടില്ലേ, നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളൊക്കെ ആരുടെ ആയിരുന്നു? തുർക്കിയുടേതായിരുന്നു ഡ്രോണുകൾ. മുസ്ലിം രാഷ്ട്രം എന്ന സ്നേഹം തീർച്ചയായിട്ടും. കാരണം അതെല്ലാം 95% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഉള്ള സ്ഥലങ്ങളാണ്. ഇവർക്കൊക്കെ ഇന്ത്യയാണ് നിതാന്ത ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ശത്രുവാണെങ്കിൽ അവരുടെ ശത്രു നമ്മുടെ ശത്രുവായിട്ട് മാറ്റുകയാണ്. അങ്ങനെയാണ്. അല്ലാതെ തുർക്കിയുമായിട്ട് നമുക്കെന്താ പ്രശ്നങ്ങളുള്ളത്? ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ സമാധാനമായിട്ട് നമ്മളെ ഈ രാജ്യത്തെ പരിഗണിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്ത്യയോടാണ് തുർക്കിയെ നമ്മൾ അടിയന്തര ഘട്ടത്തിൽ തുർക്കിയെ നമ്മൾ സഹായിച്ചിട്ടും ഉണ്ടായിരുന്നു.
ഒരു അയ്യപ്പദാസൻ അറിയത്തില്ലേ, അവിടെ ഭൂകമ്പ സമയത്ത് എത്ര കോടി രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊടുത്തില്ല അയ്യപ്പദാസേ? അതെ അതെ അതെ, നമ്മള് കേരളത്തിൽ നിന്ന് എത്ര 10 കോടിയോ? അതെ, ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് 10 കോടി രൂപ നമ്മൾ കൊടുത്തു തുർക്കിയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനായിട്ട്. അതിന് രാഷ്ട്രീയപരമായ മാനങ്ങൾ വല്ലതും ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ തുർക്കിയിലെ വേറെ ഇപ്പൊ നമ്മളെ മുണ്ടക്കൈ ചൂൽമലയിലുള്ള നമ്മുടെ നാട്ടുകാരെ സഹായിക്കുന്നതിന് ഇത്ര ഉത്സാഹം കാണിച്ചിട്ടില്ല നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ. ഇപ്പോഴും അവർക്കുള്ള ധനസഹായങ്ങൾ ഏതൊക്കെ വഴിക്ക് പോയി കിടക്കുകയാണ് അല്ലേ? കൃത്യമായിട്ടൊന്നും വീടുകളുമായിട്ടില്ല, ഒന്നുമായിട്ടില്ല. UDF-ന്റെ കാര്യം അത് തന്നെയാണ്. അവരും കല്ലിട്ടേച്ച് പോയതല്ലാതെ അവർക്കൊന്നും കൃത്യമായ സഹായം ഒന്നും കിട്ടിയിട്ടില്ല. LDF-ന് പിന്നെ കുറച്ച് വീടുകളോ മുസ്ലിം ലീഗുകാരൊക്കെ കുറച്ച് വീടൊക്കെ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് തുർക്കിയെ സഹായിക്കാൻ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് മറന്നുപോയി, തുർക്കി അത് മറന്നുപോയി. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അങ്ങനെയാണല്ലോ, മറന്നുപോയി എന്നല്ല, അതിനെ നന്ദികേട് അല്ലേ? ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് നമ്മളെ അടിക്കുകയായിരുന്നു അല്ലേ? നന്ദികേടെന്നല്ലാതെ വേറെ എന്താണ് അയ്യപ്പദാസെ വിശേഷിപ്പിക്കാൻ പറ്റും? നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം, പറഞ്ഞോളൂ സാർ. തീർച്ചയായിട്ടും. അപ്പൊ ബ്രിട്ടനിലെ ഈ സാഹചര്യത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ യൂറോപ്യൻ യൂണിയനുകളിലേക്കുള്ള ഈ കടന്നുകയറ്റം അവരുടെ സമാധാനം കെടുത്തും. കാരണം ബ്രിട്ടനാണെങ്കിലും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട മറ്റ് രാജ്യങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അവര് ഉള്ള സമ്പത്ത് കൊണ്ട് പ്രകൃതിപരമായിട്ടാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും ടെക്നോളജിയിലും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഏറ്റവും മികച്ച രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്. അവരുടെ സൗകര്യത്തിന് കഴിയുകയാണ്. അവരുടെ മിനിമം പോപ്പുലേഷനും വെച്ചിട്ട് പിന്നെ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിയുന്ന ഒരു രാജ്യങ്ങളാണ്. അവിടത്തേക്കാണ് ഇവർ കടന്നു കയറുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. വലിയ ബുദ്ധിമുട്ട്, ഒരു ഇംബാലൻസ് അല്ലല്ലേ? അതാണ് ഇസ്ലാമികവൽക്കരണം എപ്പോഴും ഒരു ഇംബാലൻസ് സൃഷ്ടിക്കും. അവരങ്ങനെയാണ്, അവരുടെ കയറ്റം അങ്ങനെയാണ്. അറിയത്തില്ല, നമ്മൾ പറഞ്ഞ നമുക്കിത് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ബ്രിട്ടന്റെ തിരിച്ചുള്ള പ്രതികരണം എന്തായിരുന്നു? ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ അയ്യപ്പദാസെ? ഓപ്പൺ ആയിട്ട് പറയുകയാണ്, നിങ്ങളെ ഇസ്ലാമികവൽക്കരണത്തിൽ ശ്രമിക്കുന്നു, ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്യമായിട്ട് ഒരുത്തനെ അവന്റെ പിന്നെ അച്ഛനെ അനുസ്മരിപ്പിക്കുക എന്ന് കുറച്ചുകൂടെ നല്ല ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല അല്ലെ? അവര് അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് അവർ സമ്മതിക്കത്തില്ല, അസഭ്യം പോലെ അവർക്ക് തോന്നിയെങ്കിൽ. അതുകൊണ്ടാണ് ബ്രിട്ടൻ പ്രതിഷേധിച്ചത്. ബ്രിട്ടൻ പറഞ്ഞ ഞങ്ങളുടെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ 2-3 സംഭവങ്ങൾ കൊണ്ട്, ഈ ട്രംപിന്റെ അടിയന്തര സന്ദർശനം, JD വാൻസിന്റെ സന്ദർശനം, ഇതുപോലെ ഇറാൻ പിന്നെ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ആഗോള സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നത് തന്നെയാണ്. അതിന് ഈ പറയുന്ന 3 ആഴ്ചയ്ക്ക് മുമ്പ് സ്പെയിനിലേക്കുള്ള കുടിയേറ്റം, സ്പെയിനിലേക്കുള്ള കടന്നുകയറ്റം, അതിക്രമിച്ച് കയറ്റം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൃത്യമാണത്. കാര്യം വളരെ വ്യക്തമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ബ്രിട്ടനെ പോലൊരു രാജ്യം ആണവശക്തിയാകാത്ത അവസ്ഥ എന്താവും? അത് വലിയ ഭീഷണി ഉണ്ടാകും. ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ തീവ്രവാദികളാണ്. ഇപ്പൊ മര്യാദയ്ക്ക് ഭരിക്കുന്ന പിന്നെ ഭരണാധികാരികളാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അവർക്ക് ഇപ്പൊ ഇന്ത്യയിലും ഉണ്ട്. സാർ, അപ്പൊ നമുക്ക് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നെതന്യാഹുവിന്റെ ധൈര്യത്തെ സമ്മതിക്കണം അല്ലെ, ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയണമെങ്കിൽ? അല്ലാതെ പറ്റുകയല്ല അയ്യപ്പദാസേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാള് 4 വശത്തും നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ സിനിമയിലൊക്കെ MGR-ഉം അല്ലെ പിന്നെ പ്രേം നസീറും ഒക്കെ വടി കറക്കി അടി എന്ന് പറയത്തില്ലേ? 4 വശത്തു നിന്ന് അടിക്കുകയാണ്. 4 വശത്തു നിന്ന് അടിക്കുമ്പോഴ് ഈ പറഞ്ഞതുപോലെ ഈ അല്ലെങ്കിൽ മോഹൻലാൽ ആ സിനിമയിൽ ചെയ്ത പോലെ ഉടുമുണ്ട് പറിച്ചടിക്കാനേ നിവർത്തിയുള്ള അദ്ദേഹത്തിന് അല്ലേ? മോഹൻലാലിന്റെ ഒരു സമാശന സ്ഫടികം അല്ലേ? സ്ഫടികം സിനിമയിലെ പോലെ തന്നെ, അല്ലാതെ നിവർത്തിയില്ല നെതന്യാഹുവിന്. ഇനി അടികളെല്ലാം തീർത്തടിക്കണം. ഏതായാലും സാർ, നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് തുടർന്നും നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.